നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തെ അടക്കം നടുക്കിക്കൊണ്ട് പട്ടാപ്പകൽ കൊല്ലത്ത് ഒരു ഗുണ്ടാ നേതാവിനെ മറ്റു ചില പ്രതികൾ ചേർന്ന് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൻ്റെ അടക്കം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവ അദിലിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളെ സിനിമയെ വെല്ലുന്ന സാഹസിക നീക്കത്തിലൂടെയാണ് പോലീസും പിടികൂടിയത്. കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പ്രതികളുടെ ശ്രമം റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പോലീസ് പൊളിക്കുകയായിരുന്നു. മുണ്ടക്കയം മുരുക്കുവയലിൽ വെച്ച് ഞായറാഴ്ച രാത്രി 11:30-ഓടെയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ വലയിലായത്. ഇതോടെ കേസിൽ ആകെ 8 പ്രതികളും പിടിയിലായി. കൊല്ലത്തു നിന്നും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട പ്രതികൾ തമിഴ്നാട് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത്. രാത്രി 10:30-ഓടെ പ്രതികൾ എരുമേലി വഴി മുണ്ടക്കയത്തേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ ജാഗ്രതയിലായി. മുണ്ടക്കയത്തെത്തിയ പ്രതികൾ പോലീസിനെ കണ്ടതോടെ വാഹനം തിരിച്ച് എരുമേലി ഭാഗത്തേക്ക് പാഞ്ഞു. എന്നാൽ പോലീസ് തന്ത്രപരമായി ബസ്സുകൾ കുറുകിയിട്ട് റോഡ് ബ്ലോക്കാക്കി പ്രതികൾക്ക് വഴിമുട്ടിക്കുകയായിരുന്നു. പോലീസിനെ പറ്റിച്ച് കടന്നു കളഞ്ഞവർ മുരിക്കുവയൽ സ്കൂളിന് സമീപമുള്ള ഒരു വീടിന് പിന്നിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നിയ നാട്ടുകാർ വിവരം നൽകിയതോടെ മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സംഘം സ്ഥലം വളഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച കാറിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കൊല്ലത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും പ്രതികളെ പിന്തുടർന്ന് സ്ഥലത്തെത്തിയിരുന്നു. കോട്ടയം പോലീസ് പിടികൂടിയ പ്രതികളെ പിന്നീട് കൊല്ലം പോലീസിന് കൈമാറി. പ്രതികളെ അതിവേഗം വലയിലാക്കിയ പോലീസിന്റെ നീക്കത്തെ നാട്ടുകാർ കൈയടിച്ചാണ് സ്വീകരിച്ചത്. പ്രതികളെ കണ്ടെത്താൻ സഹായിച്ച നാട്ടുകാർക്ക് പോലീസ് നന്ദി അറിയിച്ചു. കരുനാഗപ്പള്ളി നഗരത്തെ നടുക്കിയ ക്രൂരകൃത്യത്തിലെ എല്ലാ പ്രതികളും പിടിയിലായതോടെ അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൂഢാലോചനകളിലേക്ക് നീങ്ങും. കൊല്ലത്തു നിന്നും പോലീസിനെ വെട്ടിച്ച് കാറിൽ രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് ഊർജിതമായിട്ടുള്ള തിരച്ചിലായിരുന്നു നടത്തുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ രാത്രി 10:30-ഓടെയാണ് എരുമേലി വഴി പ്രതികൾ മുണ്ടക്കയം ഭാഗത്തേക്ക് കടന്നതായി സൂചന കിട്ടിയത്. കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ സജീവമായി തിരച്ചിൽ നടത്തി. മുണ്ടക്കയത്തെത്തിയ പ്രതികൾ പോലീസിനെ കണ്ടതോടെ തിരികെ എരുമേലി ഭാഗത്തേക്ക് സഞ്ചരിച്ചു. പ്രതികൾ കടന്നു പോകാൻ സാധ്യതയുള്ള വഴിയിൽ പോലീസ് ബസ്സുകളിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു. തുടർന്ന് എരുമേലിക്കും മുണ്ടക്കയത്തിനും ഇടയിലുള്ള മുരിക്കുംവയൽ എന്ന സ്ഥലത്തേക്ക് പ്രതികളുടെ വാഹനം കടന്നതായി വിവരം ലഭിച്ചു. പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് പ്രതികൾ മുരിക്കുംവയൽ സ്കൂളിന്റെ സമീപത്തുള്ള വീടിന്റെ പിന്നിലിരുന്ന് മദ്യപിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും പോലീസ് വിവരം അറിഞ്ഞതും. പോലീസിനെ വെട്ടിച്ചുപോയ പ്രതികളെ ദ്രുതഗതിയിൽ പിടികൂടിയ പോലീസിനെ നാട്ടുകാർ ആഹ്ലാദം പങ്കിട്ട് ഹർഷാരവം മുഴക്കി. പ്രതികളെ കണ്ടെത്തി പിടികൂടാൻ സഹായിച്ച നാട്ടുകാർക്കും പോലീസ് നന്ദി പറഞ്ഞു. കൊല്ലത്ത് നിന്നും അന്വേഷണ സംഘവും പ്രതികളെ പിന്തുടർന്ന് സ്ഥലത്തെത്തിയിരുന്നു. കോട്ടയം പോലീസ് പിടികൂടിയ പ്രതികളെ കൊല്ലം പോലീസിന് കൈമാറി. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുകയായിരുന്ന അതുൽ പുതിയകാവ് മേൽപ്പാലത്തിന് സമീപം എത്തിയപ്പോൾ പിന്നാലെ എത്തിയ ഇന്നോവ കാർ അതുൽ സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചു. നിയന്ത്രണം വിട്ട കാർ സമീപത്തെ റോഡ് നിർമ്മാണ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമാണെന്ന് കരുതി നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും പിന്നാലെ വന്ന കാറിൽ നിന്ന് വടിവാളുകളുമായി അക്രമി സംഘം പുറത്തേക്ക് ചാടി കയറുന്നതിൻ്റെ ചില്ലുകൾ തകർത്ത് അകത്തുണ്ടായിരുന്ന അതുല്ലെ വലിച്ചിറക്കി വെട്ടി പരിക്കേൽപ്പിക്കുന്നതായിരുന്നു കണ്ടത്. മരണം ഉറപ്പാക്കിയ ശേഷം 5 മിനിറ്റിനുള്ളിൽ സംഘം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മനുവിനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതികൾക്കായി പോലീസ് സംസ്ഥാന വ്യാപകമായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെ ഇടുക്കി മുണ്ടക്കയത്തിന് സമീപത്ത് നിന്നാണ് കോട്ടയം പോലീസ് പിടികൂടിയത്. ഇവരെ പിന്നീട് കൊല്ലം സിറ്റി പോലീസിന് കൈമാറി. ആക്രമികൾ സഞ്ചരിച്ച ഇന്നോവ കാർ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. കേസുമായി ബന്ധപ്പെട്ട 8 പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. 2025-ൽ ജിം സന്തോഷ് എന്നയാളെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട അതുൽ. സന്തോഷ് കൊല്ലപ്പെട്ട് കൃത്യം 1 വർഷം തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അതുലിനെ തേടി അതേ ശൈലിയിലുള്ള മറുപടി എത്തിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലകളിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആധിപത്യ പോരാട്ടമാണ് നടു റോഡിലെ ഈ രക്തച്ചൊരിച്ചിലിന് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകത്തിനായി പ്രതികൾ
അതീവ ജാഗ്രതയോടെയുള്ള ആസൂത്രണമാണ് നടത്തിയത്. 2 കാറുകളിലായാണ് സംഘം അതുലിനെ നിരീക്ഷിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതുൽ പുറത്തിറങ്ങിയ സമയം മുതൽ ഒരു കാർ മുന്നിലും മറ്റൊന്ന് പിന്നിലുമായി അനുഗമിച്ചു. പിന്നാലെ വന്ന ഇന്നോവ കാർ ഉപയോഗിച്ച് അതുൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാഹനം നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞതോടെയാണ് അക്രമി സംഘം വടിവാളുമായി ചാടി വീണത്. കോട്ടയം പോലീസ് മുണ്ടക്കയത്ത് നിന്ന് പിടികൂടിയ പ്രതികളെ നിലവിൽ കൊല്ലം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതോടെ കേസിലെ പ്രധാനികളടക്കം 8 പേരും കസ്റ്റഡിയിലായതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചു. എന്നാൽ കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കൊലപാതകത്തിന് പിന്നാലെ കൂടുതൽ ഗൂഢാലോചനകൾ വരും ദിവസങ്ങളിൽ പുറത്ത് കൊണ്ടുവരുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മുൻ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു പ്രതിയാണ് അതുൽ. ആ ഒരു വൈരാഗ്യമാണ് കൃത്യമായിട്ട് അതുൽ പുറത്തിറങ്ങുന്നത് വരെ കാത്തിരുന്ന. പുറത്തിറങ്ങിയ ശേഷം സ്റ്റേഷനിൽ പോയി ജാമ്യത്തിന് ഒപ്പിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അതിക്രൂരമായി റോഡിൽ വലിച്ചിഴച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സിനിമ സ്റ്റൈലിലുള്ള ഇത്തരം രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് വരുമ്പോൾ ക്രമസമാധാന നിലയൊക്കെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം ബസ്സിലും കാറിലും റോഡിലൂടെ നടന്നൊക്കെ തന്നെ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഈ പറയുന്ന സാധാരണ ജനങ്ങളുടെ ഇടയ്ക്കും തന്നെ ജീവനും സ്വത്തിനും എന്ത് തരം സുരക്ഷിതമാണ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്.